വെൽക്കം ടു സൈലം SSC ആൻഡ് റെയിൽവേസ്. എല്ലാവർക്കും നമ്മുടെ വീക്കിലി CA സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ CA സെഷനിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിട്ടുള്ള എല്ലാ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ പെട്ടെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ NTPC റെഗുലർ ബാച്ചിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാജുവേറ്റിന്റെയും നാളെ വരെയാണ്, അതായത് സൺഡേ വരെയായിരുന്നു അപ്ലിക്കേഷൻ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യുക. സോ NTPC എക്സാമിന് 2 എക്സാമിനും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ചാൽ ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. സോ 3999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ സിമ്പിളായി പഠിച്ച് ഈസിയായി നേടാം എന്നുള്ള ടാഗ് ലൈൻ നിങ്ങൾ എല്ലാവരും കൂടി കറക്റ്റ് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പോൾ കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഇപ്പോൾ എക്സാംസിലുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വളരെ കൂടുതലാണ് അല്ലേ. 20 ക്വസ്റ്റ്യൻ ആണ് ജനറൽ അവയർനെസ്സിൽ നിന്ന് വരുന്നതെങ്കിൽ 10ഉം 15ഉം ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർസിൽ നിന്നാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ CA പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡെയിലി CA അപ്ഡേറ്റുകൾ, പോൾസ്, ക്യൂസ്, യൂട്യൂബ് നോട്ടിൻ്റെ അതായത് യൂട്യൂബ് സെഷൻ്റെ ക്ലാസ് നോട്ടുകൾ, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ലഭ്യമാണ്. സോ കൃത്യമായി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും CA റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വീക്കിലി CAയിലേക്ക് പോവാം. Novelist Rabbi Almeida and poet Patricia Smith win National Book Award. 76th National Book Award പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓസ്കാർ ഓഫ് ബുക്ക് പബ്ലിഷിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സോ $10,000 ആണ് ഈച്ച് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നത്. അപ്പൊ റബി അൽമെഡൈൻ എന്നാണ് ദ ട്രൂ സ്റ്റോറി ഓഫ് രാജ ഓഫ് ഗള്ളിബിൾ എന്ന് പറയുന്ന ആൻഡ് ഹിസ് മദർ എന്ന് പറയുന്ന ബുക്കിന് ഫിക്ഷൻ കാറ്റഗറി അവാർഡ് ലഭിച്ചത്. ഒമർ എൽ അക്കഡ് വൺ ഡേ എവ്രി വൺ വിൽ ഹാവ് ഓൾവേസ് ബീൻ അഗെയിൻസ്റ്റ് ദിസ് എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ബുക്കിന് ഒമർ എൽ അക്കഡിനാണ് ലഭിച്ചത്. പോയട്രിക്ക് പെട്രീഷ്യ സ്മിത്ത് ദ ഇന്റൻഷൻസ് ഓഫ് തണ്ടർ ന്യൂ ആൻഡ് സെലക്ടഡ് പോയംസ് എന്ന് പറയുന്ന പോയട്രിക്കാണ് നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2024 മിഷേൽ ബാച്ച്ലെറ്റ് അവാർഡഡ് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്. അപ്പൊ 2024 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് മിഷേൽ ബാച്ച്ലെറ്റിന് ലഭിച്ചിരിക്കുകയാണ്. ആർമി സെക്യൂർസ് IPR ഫോർ ന്യൂ ഡിജിറ്റൽ പ്രിന്റ് കോമ്പാക്ട് കോഡ്. അപ്പൊ ന്യൂ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള കോമ്പാക്ട് മിലിറ്ററി കോട്ടുകൾക്ക് ഇന്ത്യൻ ആർമി എന്ത് ചെയ്തിരിക്കുകയാണ്, IPR ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഫയൽ ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം ആലോചിക്കാം. നിഫ്റ്റ് ന്യൂഡൽഹി അണ്ടർ ആർമി ഡിസൈൻ ബ്യൂറോ കൺസൾട്ടൻസിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. Honorable PM Narendra Modi inaugurates South India Natural Farming Summit 2025 in Coimbatore. 1 acre 1 season and natural farming model എന്ന് പറയുന്ന മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ 21st ഇൻസ്റ്റാൾമെന്റ് അണ്ടർ PM കിസാൻ ആണ് ഈ സമിറ്റ് എന്ന് പറയുന്നത്. PM കിസാൻ സ്കീം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അതായത് ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. പെർ ഇയർ കർഷകർക്ക് 6,000 രൂപ 3 ട്രാൻചേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് PM കിസാൻ സ്കീം എന്ന് പറയുന്നത്. സോ സൗത്ത് ഇന്ത്യ നാച്ചുറൽ ഫാമിംഗ് സമിറ്റ് എവിടെയാണ് നടന്നത്? കോയമ്പത്തൂർ, തമിഴ്നാടുവിന്റെ അണ്ടറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ 21ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഓഫ് PM കിസാൻ സ്കീം ഈ ഒരു സമിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, PM റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കാം. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കെമിക്കൽ ഫ്രീ ഫാമിംഗ്, അതായത് കെമിക്കൽ ഫ്രീ ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് പ്ലാന്റ് റിസോഴ്സിൽ നിന്നും കെമിക്കൽ ഫ്രീ ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹമാര ശൗചാലി ഹമാര ഭവിഷ്യ എന്ന് പറയുന്ന ക്യാമ്പയിൻ മിനിസ്ട്രി ഓഫ് ജലശക്തി വേൾഡ് ടോയ്ലറ്റ് ഡേ 2025 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 19th നവംബർ തൊട്ട് 10th ഡിസംബർ വരെയാണ് ഈ ക്യാമ്പയിൻ പോകുന്നത്. പ്രോപ്പർ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഫങ്ഷനാലിറ്റി ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് റൂറൽ ടോയ്ലറ്റ് ആണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്.
ക്ലീനർ ആൻഡ് ഹെൽത്തിയർ ആയിട്ടുള്ള സേഫ് സാനിറ്റേഷൻ ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇതിന്റെ ഗോൾ. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിന്റെ ഭാഗമായിട്ടാണ് ഇത് പോകുന്നത്. ഹമാര ശൗചാലയ് ഹമാര ഭവിഷ്യ. ന്യൂ ഇനീഷ്യേറ്റീവ് ഇംപ്രൂവ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ബൈ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി ടു മോഡേണൈസ്, അതായത് പബ്ലിക് ഫുഡ് ഡിസ്ട്രിബ്യൂഷന്റെ വെയർ ഹൗസിംഗ്, സപ്ലൈ ചെയിൻ എഫിഷ്യൻസി, PDS ട്രാൻസ്പെറൻസി എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് അന്ന സഹായത ഹോളിസ്റ്റിക് AI സൊല്യൂഷൻ വരുന്നുണ്ട്. അതായത് റേഷൻ കടകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എല്ലാം തന്നെ ഏത് ലാംഗ്വേജിലാണോ ആ ഒരു ലാംഗ്വേജിൽ AI എനേബിൾഡ് ആയിട്ടുള്ള കോളുകൾ വഴിയുള്ള AI ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് ആശ, അതായത് അന്ന സഹായത ഹോളിസ്റ്റിക് AI സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബീഹാർ CM ആയി ചുമതല ഏറ്റിരിക്കുകയാണ് നിതീഷ് കുമാർ ഫോർ ദ 10th ടൈം. അപ്പൊ നിതീഷ് കുമാർ ഫോർ ദ 10th ടൈം ആരായിരിക്കാണ്? നമ്മുടെ ബീഹാർ CM ആയി ചുമതല ഏറ്റിരിക്കുകയാണ്. സോ എത്ര സീറ്റുകളുടെ ഭൂരിപക്ഷത്തിനാണ് NDA വിജയിച്ചത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത് ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. നിതീഷ് കുമാർ 10th ടൈമാണ് ബീഹാർ CM ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ എമംഗ് 10 ലോങ്സ്റ്റ് സർവിംഗ് CMs within 19 years in power. ഓൺലി 3 women and 1 മുസ്ലിം ആണ് ഈ ഒരു ക്യാബിനറ്റിൽ ഉള്ളത്. നെക്സ്റ്റ്, മധുര സറി ഡ്രസ് ആൻഡ് മീററ്റ് ട്രംപറ്റ് ലഭിച്ചിട്ടുണ്ട്. GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പത്മശ്രീ അവാർഡി ഡോക്ടർ രജനീകാന്ത് അനൗൺസ് GI ടാഗ് ഫോർ മധുര സറി ആൻഡ് മീററ്റ് ബഗൾ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ GI ടാഗ് ഉള്ളത്, 79 പ്രൊഡക്റ്റുകൾക്ക്. ഉത്തർപ്രദേശിന് 79 പ്രൊഡക്റ്റുകൾക്കാണ് GI ടാഗ് ഉള്ളത്. ഇന്ത്യയിൽ ഹയസ്റ്റ് ആണ്. പിന്നീട് വരുന്നത് തമിഴ്നാടു 69 പ്രൊഡക്റ്റ്. കാശി റീജിയൺ എന്ന് പറയുന്നത്, കാശി റീജിയണിൽ 32 പ്രൊഡക്റ്റുകൾക്കാണ് GI ടാഗ് ഉള്ളത്. സോ മീററ്റ് ബഗൾ എന്ന് പറയുന്നത് ബ്രാസ് വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. മധുര സറി പോഷക് എന്ന് പറയുന്നത് ട്രഡീഷണൽ എംബ്രോയിഡറി ഡ്രസ്സാണ്. സർദോസി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. മധുര സറി പോഷക് എന്ന് പറയുന്നത് ട്രഡീഷണൽ എംബ്രോയിഡറി ഡ്രസ് ഫ്രം മഥുര മെയ്ഡ് വിത്ത് സറി എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ഓർ സിൽവർ ത്രെഡിനെയാണ് കേട്ടോ. നെക്സ്റ്റ്, റോജർ ഫെഡറർ elected to International Tennis Hall of Fame. സോ ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ടഡ് ആയിരിക്കുകയാണ് റോജർ ഫെഡറർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സിംബാബ്വെ ആൻഡ് നമീബിയ വിൽ ജോയിൻലി ഹോസ്റ്റ് 2026 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. 2026 Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സിംബാബ്വെ ആൻഡ് നമീബിയ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, മെക്സിക്കോസ് ഫാത്തിമ ബോഷ് ആണ് 74ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയിരിക്കുന്നത്. സോ അപർജിത് രാമനാഥ് വിശ്വേശ്വരായ ബയോഗ്രഫി വിൻസ് ന്യൂ ഇന്ത്യ ഫൗണ്ടേഷൻ പ്രൈസ്. അപ്പൊ ന്യൂ ഇന്ത്യ ഫൗണ്ടേഷൻ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അപർജിത് രാമനാഥ്സ് എക്സ്റ്റെൻസീവ് ബയോഗ്രഫി ഓഫ് M. Vishweshwaraya has been awarded Kamaladevi Chattopadhyay NIF Book Prize 2025. So ബുക്ക് എഞ്ചിനീയറിംഗ് നേഷൻ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2-day കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് സാഗർ കവച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹോസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ് സാഗർ കവച് എന്ന് പറയുന്നത്. ഇതൊരു ബൈ ആനുവൽ കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് ആണ് സാഗർ കവച്. അതായത് ബൈ ആനുവൽ ആയതുകൊണ്ട് തന്നെ ഒരു വർഷം 2 പ്രാവശ്യമാണ് സാഗർ കവച് നടക്കുന്നത്. ഇനി സേഫ് വില്ലേജ് പ്രോഗ്രാം തെലങ്കാന GDP ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആണ് സേഫ് വില്ലേജ്. നെക്സ്റ്റ്,
India bags 9 gold at World Boxing Cup Finals 2025. World Boxing Cup Final 2025. Boxing Cup 2025 ആദ്യമായി ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? India concluded their debut campaign at World Boxing Cup Final 2025 with 9 gold medal. നോയിഡ ഉത്തർപ്രദേശിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. 9 ഗോൾഡ് 6 സിൽവർ 5 ബ്രോൺസ് ആണ് ഇന്ത്യക്ക് നേടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, സന്ദീപ് പ്രധാൻ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹോൾ ടൈം മെമ്പർ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് സന്ദീപ് പ്രധാനെ. സോ സന്ദീപ് പ്രധാൻ 1990 ബാച്ച് ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസർ സന്ദീപ് പ്രധാനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നമുക്കറിയാം 1988 റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. സോ സെബിയുടെ ഹോൾ ടൈം മെമ്പർ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് സന്ദീപ് പ്രധാൻ. നെക്സ്റ്റ്, G20 സമ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ് 22-ാം തീയതി മുതൽ 23-ാം തീയതി നവംബർ വരെ നടന്നിട്ടുണ്ടായിരുന്നത്. സോളിഡാരിറ്റി, ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രയോറിറ്റീസ്, ഡിസാസ്റ്റർ റെസീലിയൻസ്, ഡെപ്റ്റ് റിലീഫ്, ക്ലൈമറ്റ് ഫിനാൻസ്, ജസ്റ്റ് എനർജി ട്രാൻസിഷൻ എന്നുള്ളതാണ് തീം. സോ ഫസ്റ്റ് G20 സമ്മിറ്റ് ആഫ്രിക്കൻ സോയിൽ അലൈനിങ് വിത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഫസ്റ്റ് G20 സമ്മിറ്റ് ഇറ്റ് ഓൺ ആഫ്രിക്ക. ആഫ്രിക്കയിൽ നടക്കുന്ന ഫസ്റ്റ് G20 സമ്മിറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വെക്കുക. ഇപ്പോൾ 21 മെമ്പേഴ്സ് ആണ് G20 ഉള്ളത്. 19 കൺട്രീസ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ പ്ലസ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പൊ G20 ട്രോയ്ക്ക ഗ്രൂപ്പ് നമുക്കറിയാം പ്രീവിയസ് നടന്നത്, ഇപ്പൊ നടക്കുന്നത്, ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇപ്രാവശ്യത്തെ G20 ട്രോയ്ക്ക ഗ്രൂപ്പ് 2024-26 G20 ട്രോയ്ക്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുന്നേ നടന്നത് ബ്രസീൽ, ഇപ്പൊ നടന്നത് സൗത്ത് ആഫ്രിക്ക, ഇനി നടക്കാൻ പോകുന്നത് US ആണ്. സ്പെയിൻ ആണ് G20 നേഷൻസിലെ പെർമനന്റ് ഇൻവൈറ്റി എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിലെ ഡാവോ ബ്ലേഡിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 മെൻ സിംഗിൾസ് കിരീടം നേടിയത് ലക്ഷ്യ സെൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓസ് ഇൻഡെക്സ് എന്ന് കേൾക്കുമ്പോൾ ഓസ്ട്രേലിയ ഇന്ത്യ എക്സസൈസ് ആണ്. ബൈലാറ്ററൽ എക്സസൈസ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ ആണ് എന്തെന്ന് പറയുന്നത്? ബൈലാറ്ററൽ എക്സസൈസ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ ആണ് ഓസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ ഇന്ത്യ മാരിടൈം എക്സസൈസ് ആണ് ഓസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ പിച്ച് ബ്ലാക്ക് ഉണ്ട്. ഓസ്ട്രേലിയ ഇന്ത്യ മൾട്ടിലാറ്ററൽ എയർ കോമ്പാക്ട് എക്സസൈസ്. ഓസ്ട്രേലിയയുടെ ബൈലാറ്ററൽ എക്സസൈസ് ആണ് എക്സസൈസ് പിച്ച് ബ്ലാക്ക്. അതുപോലെ എക്സസൈസ് മലബാർ ഉണ്ട്, ക്വാഡ് ഉണ്ട് അല്ലെ. സോ എക്സസൈസ് മലബാർ എന്ന് പറയുന്നത് ശരിക്കും ക്വാഡ് കൺട്രീസിന്റെ ഇടയിലുള്ള മൾട്ടിലാറ്ററൽ എക്സസൈസ് ആണ്. സോ ഓസ് ഇൻഡെക്സ് ഓസ്ട്രേലിയ ഇന്ത്യ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, ഒമാൻ ലോഞ്ചസ് ഫസ്റ്റ് നാഷണൽ സാറ്റലൈറ്റ് ഒമാൻ സാറ്റ്-1 a new era for communications. അപ്പോൾ ഒമാൻ സാറ്റ്-1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒമാൻ സാറ്റ്-1 ഒമാനിലെ ആദ്യത്തെ നാഷണൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഒമാൻസ് ഫസ്റ്റ് നാഷണൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഒമാൻ സാറ്റ്-1 എന്ന് പറയുന്നത്. സോ എയർബസ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഹൈ കപ്പാസിറ്റി KA ബാൻഡ് സാറ്റലൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സ്പേസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം, 5th ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം രാജസ്ഥാനിലാണ് നടക്കുന്നത്. ജയ്പൂർ, അജ്മീർ, ഉദയ്പൂർ, ജോധ്പൂർ, ബിക്കാനീർ, കോട്ട ആൻഡ് ഭരത്പൂർ എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് നടക്കുന്നത്? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഫസ്റ്റ് ടൈം ആണ് ബീച്ച് വോളിബോൾ, കനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ് എല്ലാം തന്നെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിമിൽ ആഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആൻഡ് പൂർണിമ യൂണിവേഴ്സിറ്റി, ഈ 2 യൂണിവേഴ്സിറ്റികളും ചേർന്നാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം ജോയിന്റ്ലി ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് 5th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതിന്റെ ലോഗോയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ്? ലോഗോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ലോഗോയിൽ എന്തൊക്കെ സാധനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഹവാ മഹൽ, ജയ്പൂരിന്റെ റോയൽ ഹെറിറ്റേജ് കാണിക്കുന്ന ഹവാ മഹൽ, രന്തംപൂർ ഫോർട്ട്, സാൻഡൈൻ,
വിൻ മിൽസ് ആൻഡ് പിങ്ക് കളർ പാലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ജയ്പൂരിനെ നമ്മൾ പിങ്ക് സിറ്റി എന്നല്ലേ വിളിക്കുന്നത്. വിൻമിൽസ് സസ്റ്റൈനബിലിറ്റി എനർജീനെയൊക്കെയാണ് കാണിക്കുന്നത്. സാൻഡ് ഡ്യൂൺസ് എന്താണ്? ഡെസേർട്ട് ലാൻഡ്സ്കേപ്പ്, രാജസ്ഥാന്റെ ഡെസേർട്ട് ലാൻഡ്സ്കേപ്പിനെയാണ്. രത്തംപൂർ ഫോർട്ട് സ്ട്രെങ്ത് ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഹവാമഹൽ ആണെങ്കിലും രത്തംപൂർ ഫോർട്ട് ആണെങ്കിലും സാൻഡ് ഡ്യൂൺ ആണെങ്കിലും വിൻമിൽസ് ആണെങ്കിലും എല്ലാം തന്നെ. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിമിന്റെ മെസ്കോട്ടിന്റെ പേരാണ് ഖമ്മ ആൻഡ് ഘാനി. ഖമ്മ ആൻഡ് ഘനി. ഖമ്മ എന്ന് പറയുന്നത് ക്യാമലിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് ആനിമൽ ഓഫ് രാജസ്ഥാൻ ആണ് ഖമ്മ എന്ന് പറയുന്നത്. സോ ഘാനി എന്ന് പറയുന്നത് ഡ്രോസ് ഫ്രം എ ലോക്കൽ ഗ്രീറ്റിംഗ് ഖമ്മ ഘാനി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് വാംത്ത് കാണിക്കുന്നതാണ് ഖമ്മ ഘാനി. സോ ഇതാണ് ഖമ്മ ആൻഡ് ഘനി എന്ന് പറയുന്നത്. ഖമ്മ ആൻഡ് ഘനി. നെക്സ്റ്റ്, torch. It is designed to echo the forts and desert motif of Rajasthan, symbolizing the eternal flame of youth and excellence. So next, Davis Cup. സോ ഡേവിസ് കപ്പ് വിൻ ചെയ്തിരിക്കുന്ന ആരാണ്? ഇറ്റലിയാണ്. ഇറ്റലിയുടെ 4th ഡേവിസ് കപ്പ് ആണ് അവർ വിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. സ്പെയിനിനെ 2-0 തോൽപ്പിച്ചുകൊണ്ടാണ് ഡേവിസ് കപ്പ് വിൻ ചെയ്തിരിക്കുന്നത്. സോ ഡേവിസ് കപ്പ് ഏത് സ്പോർട്ട് ഇവന്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ്, ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 റിലീസ് ആയിട്ടുണ്ട്. ഗ്ലോബൽ കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ് ഇൻഡെക്സ് സെന്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെന്റ്, a non-profit think tank ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ ഫിനാൻസ് ഡെവലപ്മെന്റ്, എക്സ്ചേഞ്ച് പോളിസി, ഇൻവെസ്റ്റ്മെന്റ്, മൈഗ്രേഷൻ, ട്രേഡ്, എൻവിറോൺമെന്റ്, ഹെൽത്ത്, സെക്യൂരിറ്റി ഇതിന്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. സോ ഇതില് ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത് 36 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സ്വീഡന്റെ ഫസ്റ്റ് റാങ്ക് വരുന്നത് സ്വീഡൻ ആണ്. ജർമ്മനി 2nd, ഫിൻലൻഡ് UK ആണ് 3rd and 4th വരുന്നത്. സോ ഓപ്പറേഷൻ പവൻ, അപ്പോ ആർമി ടു ഒഫീഷ്യലി ഹോണർ ഓപ്പറേഷൻ പവൻ ആഫ്റ്റർ 38 years, അതായത് 38 വർഷത്തിന് ശേഷം നമ്മുടെ ഓപ്പറേഷൻ പവൻ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി എക്സസൈസ് സൂര്യകിരൺ പിത്തോഗർ ഉത്തരാഖണ്ഡിലാണ്. എക്സസൈസ് സൂര്യകിരൺ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ആനുവൽ എക്സസൈസ് ആണ് എക്സസൈസ് സൂര്യകിരൺ. സോ അത് നേപ്പാളിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നൽസ, ജസ്റ്റിസ് വിക്രം നാഥ്, നമുക്കറിയാം നമ്മുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു അല്ലെ. അപ്പൊ ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിരുന്നു. സോ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയപ്പോൾ ആ പൊസിഷൻ വേക്കന്റ് ആയി കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് ജസ്റ്റിസ് വിക്രം നാഥ്. നെക്സ്റ്റ്, 24/7 ടോൾ ഫ്രീ ഷോർട്ട് ഹെൽപ്പ് ലൈൻ, സ്ത്രീകൾക്ക് ഹെൽപ്പ് ലൈന് വേണ്ടി നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ NCW സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 14990 ന്യൂ 24/7 ടോൾ ഫ്രീ ഷോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വുമൻസ് കബഡി വേൾഡ് കപ്പ് ടൈറ്റിൽ എഗെയിൻ ഇന്ത്യ നേടിയിരിക്കുകയാണ്. അപ്പോൾ വുമൻസ് കബഡി വേൾഡ് കപ്പ് ടൈറ്റിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഗെയിൻ ഇന്ത്യയാണ് നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, PM മോദി ടു ലോഞ്ച് സ്കൈ റൂട്ട് മൾട്ടി ലോഞ്ച് വെഹിക്കിൾ ഫെസിലിറ്റി. അപ്പൊ PM നരേന്ദ്രമോദി വെർച്വലി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് സ്കൈ റൂട്ട് എയ്റോസ്പേസ് ഇൻഫിനിറ്റി ക്യാമ്പസ് ഇൻ ഹൈദരാബാദ്. അതായത് ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് സെക്ടർ ഡിസൈൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ ലോഞ്ച് വെഹിക്കിൾസ് ആണ് ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി 1 ഓർബിറ്റൽ റോക്കറ്റ് പെർ മന്ത് ആണ്. സോ വിക്രം 1 റോക്കറ്റ്, PM മോദി ഓൾസോ അൺവെയിൽ വിക്രം 1, അതായത് സ്കൈ റൂട്ടിന്റെ ഫസ്റ്റ് ഓർബിറ്റൽ റോക്കറ്റ് ആണ് വിക്രം 1 എന്ന് പറയുന്നത്. സോ ലോഞ്ചിങ് സാറ്റലൈറ്റ് ടു ഓർബിറ്റ് ആണ് ഇതിന്റെ, ഓർബിറ്റിലേക്ക് സാറ്റലൈറ്റിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ റോക്കറ്റിന്റെ ലക്ഷ്യം. സോ ഈ സ്കൈ റൂട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റോക്കറ്റ് ആണ് വിക്രം 1 എന്ന് പറയുന്നത്. പവൻ ചന്ദന ആൻഡ്
ഭാരത് ധാക്ക, IIT അലൂമിനി ആൻഡ് ISRO സയന്റിസ്റ്റ് ആയിട്ടുള്ള ഇവരാണ് സ്കൈ റൂട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് ആണ് വിക്രം എസ് എന്ന് പറയുന്നത്. ഇനി ആന്റി പോളിഗമി ബിൽ, ആസാമില് ബഹുഭാര്യത്വം ഇനി മുതൽ ക്രൈമാണ്. സോ 7 years പ്ലസ് ജയിൽ പ്ലസ് ഫൈൻ ക്രിമിനൽ ഒഫൻഡ് ആയിട്ടിരിക്കുകയാണ് പോളിഗമി എന്ന് പറയുന്നത്, അതായത് ബഹുഭാര്യത്വം, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് ആസാമിൽ ഇനി മുതൽ പ്രൊഹിബിറ്റഡ് ആണ്. സോ അപ് ടു 7 years ജയിൽ പ്ലസ് ഫൈൻ ആണ് ഇതിന്റെ പിഴ എന്ന് പറയുന്നത്. അപ് ടു 10 years ഇഫ് ദ ഒഫൻഡർ ഹൈഡ്സ് എൻ എക്സിസ്റ്റിംഗ് മാരേജ്, അതായത് എക്സിസ്റ്റിംഗ് ഒരു കല്യാണം കഴിച്ചു എന്നിട്ട് അത് ഹൈഡ് ചെയ്ത് വേറൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ 10 വർഷം എന്ത് ലഭിക്കുന്നതാണ്, അപ് ടു 10 years വരെ തടവ് ലഭിക്കുന്നതാണ്. റെഡി? സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അത് കൂടാതെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ NTPC ബാച്ചിന്റെ കാര്യം മറക്കാതിരിക്കുക. നമുക്ക് NTPCക്ക് ഇപ്പോൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ RRB JEക്ക് നമ്മുടെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കുക. സോ ബൈ.